പഴയ കാലത്തെ പ്രസിദ്ധ ഗായകൻ എച്ച് മെഹബൂബ്, അതിനുശേഷം സീറോ ബാബു, ഇവരെല്ലാം എൻ്റെ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. അന്ന് മെഹബൂബ് വന്ന കാലത്ത് സ്റ്റുഡിയോ ഇല്ല, ഏതാണ്ട് 12 വർഷമായിട്ടുള്ളൂ സ്റ്റുഡിയോ ഉണ്ടായിട്ട്. സീറോ ബാബു ഇവിടെ വന്നൊരു 2-3 പാട്ടുകൾ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പിന്നെ മെഹബൂബ് ഇവിടെ വരുന്നത് പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമുണ്ട്. കാരണം കൊച്ചിയിൽ അന്ന് സ്പൂൾ ടേപ്പുള്ളത് എൻ്റെ വീട്ടിൽ മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ വലിയ ബഡാ പാട്ട് എൻ്റെ വീട്ടിലേക്ക് ഉണ്ടാവുള്ളൂ. കാരണം ആ സ്പൂൾ ടേപ്പിന് അന്ന് ഞാൻ വാങ്ങിയത് 5000 രൂപയ്ക്കാണ്. അന്ന് 5000 രൂപ ഉണ്ടെങ്കിൽ ഒരു വീടും പറമ്പും നമുക്ക് വാങ്ങാം. അപ്പോൾ 5000 രൂപേൻ്റെ സാധനം ഈ അതിലുള്ള പഴയ ഗാനങ്ങൾ, ഇപ്പോൾ CH ആത്മ, പിന്നെ സൈഗാൾ, ഇങ്ങനെയൊക്കെയുള്ളവരുടെ പാട്ടുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയാണ് ഈ മെഹബൂബ് ഇവിടെ വന്നിരുന്നത്. അങ്ങനെ പാട്ട് പാടി കേട്ട് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങും അദ്ദേഹം. അങ്ങനെ അന്നും പല പ്രാവശ്യം ഇവിടെ വന്ന് പാട്ട് കേൾക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹം. മെഹബൂബിനെ കൊച്ചി കൊണ്ടുകടന്ന് ആഘോഷിച്ച മനുഷ്യനാണ്. അതെ അതെ, മെഹബൂബിനെ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരാളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇപ്പം നമ്മളിപ്പോൾ സ്വന്തം വിചാരിച്ചാലേ നമ്മൾ മോശമാവുള്ളൂ. ഇപ്പം എനിക്ക് കുടിക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ കുടിക്കില്ല, മനസ്സിലായേ? കാരണം ഞാനിപ്പോൾ 30 വർഷം ഗാനമേളയ്ക്ക് പോയിട്ടുണ്ട്. എൻ്റെ കൂടെ വരുന്നവരെല്ലാം കുടിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ആ ഭാഗത്തേക്കേ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. അതിപ്പം നമ്മളുടെ ഇഷ്ടം കൂടി ഉണ്ട്. നമ്മൾ തീരുമാനിക്കാം. അപ്പം നമുക്ക് വേണമെന്ന് വെച്ചാൽ വേണം. അപ്പോൾ അതിലൂടെ ഇങ്ങനെ അദ്ദേഹം ഇതായിപ്പോയത്. കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പോലൊരു ഗായകൻ കൊച്ചിയിൽ വേറെ ഇല്ലായിരുന്നു. അത് അതിനുശേഷമാണ് മറ്റേ യേശുദാസും കൊച്ചിക്കാരനാണല്ലോ. യേശുദാസ്, സിയോ ആൻഡ്രൂവും കൊച്ചിക്കാരൻ തന്നെയാണ്. മെഹബൂബിൻ്റെ പാട്ടല്ല മറ്റേ കായലിനരികെ എന്നുള്ളത്, അതാ മെഹബൂബിൻ്റെ ആണോ? കായലിനരികെ എന്നുള്ള മെഹബൂബ് പണ്ട് വെറുതെ പാടി സ്റ്റേജിലൊക്കെ പാടുമായിരുന്നു. അത് അദ്ദേഹം പാടിയിരിക്കുന്നത്. അത് കൊച്ചിയിലുള്ളൊരു വലിയൊരാളാണ് എഴുതിയിരിക്കുന്നത്, കായലിനരികെയുള്ള പാട്ട്. അപ്പോൾ അദ്ദേഹം മെഹബൂബ് ട്യൂൺ ചെയ്ത് പാടിയ പാട്ടാണത്. സ്വന്തമായി ട്യൂൺ ചെയ്ത് പാടിയതാണ് ഈ കായലിനരികെയുള്ള പാട്ട്. സിനിമയിലില്ല അത്. അപ്പോൾ ആ സിനിമയിൽ പിന്നെ രണ്ടാമത് ശോഭാസമം പാടിയതല്ലേ, അത് കേൾക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ അത് ഞങ്ങൾ പണ്ട് കേട്ടിട്ടുള്ളതാണ്. കാരണം ഈ അദ്ദേഹം പാടി കേട്ടിട്ടുള്ളതാണ് ഈ പാട്ടൊക്കെ. അദ്ദേഹം ഇഷ്ടംപോലെ പാട്ടുകൾ അങ്ങനെ പാടിയിട്ടുണ്ട്. ഇപ്പോൾ സിനിമയിലെ പാട്ട് തന്നെ അദ്ദേഹം ഈ മറ്റേ എന്താണ് പാട്ടുണ്ടാകും, പെട്ടെന്ന് മനസ്സിലേക്ക് വന്നില്ലത്. കുറേ പാട്ടുകൾ അങ്ങനെ അദ്ദേഹം പാടിയിട്ടുണ്ട്. ഈ വേറെ ആൾക്കാർ പാടിയ പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. മെഹബൂബ് സ്റ്റേജിൽ, പ്രോഗ്രാമിന്, കല്യാണ വീടുകളിലൊക്കെ പാടിയിട്ടുണ്ട് അദ്ദേഹം.